ആതിര ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നല്ല തണുപ്പുള്ള ദിവസമായതുകൊണ്ട് ഞാൻ പുറത്തെ അടുപ്പിൽ പാചകം ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് ചിരട്ട ഗ്യാസിൽ വെച്ച് കത്തിച്ച് പുറത്തെ അടുപ്പിൽ കത്തിക്കാമെന്ന് എളുപ്പ വഴിയാണ്. എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി കത്തിച്ച് അടുപ്പിലാക്കുന്നതാണ്. എന്തുണ്ടാക്കും എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ തോന്നി, കൊഴുക്കട്ട ഉണ്ടാക്കുന്നു. അതും ഗോതമ്പ് കൊഴുക്കട്ട. നമുക്ക് ഗോതമ്പ് മാവ് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഈ ഗോതമ്പ് മാവ് റേഷൻ കടയിലെ മാവായതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഞാൻ അരിച്ചേ ഉപയോഗിക്കാറുള്ളൂ. അതിൽ നിറച്ച് ഉമിയും വണ്ട് ഒക്കെ കാണും. അതുകൊണ്ട് ഞാൻ അരിച്ചാണ് ഉപയോഗിക്കുന്നത്. കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അരിച്ചേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ കുറച്ച് മാവേ എടുത്തുള്ളൂ. അത് അരിച്ചപ്പം കണ്ടില്ലേ, അതിൽ വണ്ടും ഉമിയും. ഈ റേഷൻ കടയിലെ മാവിൽ കൂടുതൽ ഉമിയാണ്. ഇത്രയും വണ്ട് അതിലുണ്ടായിരുന്നു, വണ്ടും ഉമിയും ഉണ്ടായിരുന്നു. കൊഴുക്കട്ടയ്ക്കുള്ള മാവ് ഞവടി എടുത്തിട്ടുണ്ട്. അതിൽ തേങ്ങയും ജീരകം, ഉപ്പ് ഇവയെല്ലാം കൂടെയൊക്കെ ഞവടി ഞാൻ പെട്ടെന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. കൊഴുക്കട്ടയാവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് പല്ല് തേച്ച് റെഡിയായി വരാം. ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ ഇളയ മോളാണ് എടുക്കുന്നത്. അവളാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് വീഡിയോയ്ക്ക് ആ ചലനം. ഇത്രയും നേരമായിട്ടും ഇവിടെ ആ തണുപ്പും മാറിയില്ല, മഞ്ഞും മാറിയിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ ഉറക്കം എണീറ്റപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മൂത്ത മോളും എണീറ്റ് അവളും വന്നിട്ടുണ്ട്. അവളും അടുപ്പിൻ്റെ അടുത്ത് തീ കാച്ചാനായിട്ട് ഇരിക്കുകയാണ്. അവളും അടുത്തിരുന്ന് തീയും കാച്ചി ഇരിക്കുകയാണ്. തണുപ്പുണ്ട്. അങ്ങനെ ഇവിടെ കൊഴുക്കട്ട റെഡിയായി. ഇനി നമുക്കത് കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് അവർക്ക് തന്നെ ആദ്യം കൊഴുക്കട്ട കൊടുക്കാം. ആദ്യം മൂത്തവർക്ക് തന്നെ ആദ്യം കൊഴുക്കട്ട കൊടുക്കാം. കൊഴുക്കട്ടയും കട്ടാനും കൂടെ ആദ്യമൊക്കെ കൊടുത്തു. മൂത്തവൾ അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്ന സമയം കൊണ്ട് ഇളയവൾ പോയി യൂണിഫോമും എടുത്തിട്ട് റെഡിയായി ഇറങ്ങി വന്ന് അവൾ കാപ്പി കുടിക്കാനായിട്ട് വന്നു. അങ്ങനെ സ്കൂളിലേക്ക് ഇളയവളെ കൊണ്ടാക്കാനായിട്ട് കയറി പോവുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് പട്ടിശല്യമുണ്ട്. അതുകൊണ്ടാണ് മോളെ അങ്ങ് മേളിലോട്ട് ആക്കി കൊടുക്കാനായിട്ട് കയറി പോകുന്നത്. എന്നും അങ്ങനെ തന്നെ. അവൾക്ക് പേടിയാണ് പട്ടികളെ. ഇനി ഇങ്ങോട്ട് ചെന്നിട്ട് കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മൾ ആലയാക്കുടി സ്കൂളിൽ എത്തും. ഈ കൊച്ചുമക്കളെ കാണുമ്പോൾ മാത്രമേ ഈ പട്ടി കടിക്കാനായിട്ട് വരൂ. വലിയവർ കൂടെ ഉണ്ടെങ്കിൽ പട്ടി കടിക്കാനായിട്ട് അങ്ങനെ വരത്തില്ല. അവിടെ പട്ടി കിടക്കുന്നത് കണ്ടില്ലേ. തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വരികയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പ്ലീസ് സപ്പോർട്ട്.